നമുക്ക് അക്കൗണ്ടൻസിയിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാം. ഫാദർ ഓഫ് മോഡേൺ അക്കൗണ്ടിങ് ലൂക്ക പാസിയോളി. ഫാദർ ഓഫ് മോഡേൺ അക്കൗണ്ടിങ് ലൂക്ക പാസിയോളി. ഹി ഇൻട്രൊഡ്യൂസ്ഡ് മോഡേൺ അക്കൗണ്ടിങ് ഇൻ ദ ഇയർ 1494. 1494 മോഡേൺ അക്കൗണ്ടിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ലൂക്ക പാസിയോളി വാസ് എൻ ഇറ്റാലിയൻ. അദ്ദേഹം ഒരു ഇറ്റലിക്കാരനായിരുന്നു. ലൂക്ക പാസിയോളി വാസ് എൻ ഇറ്റാലിയൻ. നെക്സ്റ്റ്, ബിസിനസ് ട്രാൻസാക്ഷൻസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ക്യാഷ് ട്രാൻസാക്ഷൻസ് എന്നും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് എന്നുമാണ്. ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ ഡിവൈഡഡ് ഇൻടു ക്യാഷ് ട്രാൻസാക്ഷൻസ് ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. അസറ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് ടോട്ടൽ ഇക്വിറ്റി. അസറ്റ് അല്ലെങ്കിൽ ടോട്ടൽ ഇക്വിറ്റി. ലയബിലിറ്റീസിന് പറയുന്ന മറ്റൊരു പേരാണ് ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി. ലയബിലിറ്റീസ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി. അതേപോലെ ക്യാപിറ്റലിന് പറയുന്ന പേരാണ് ഓണേഴ്സ് ഇക്വിറ്റി. ക്യാപിറ്റൽ അഥവാ ഓണേഴ്സ് ഇക്വിറ്റി. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്സ്. അസറ്റ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ ആണ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ലൈഫുള്ള അസറ്റുകളാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അസറ്റ് നമ്മൾ വർഷങ്ങളോളം യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങുന്ന അസറ്റുകളാണ് ഫിക്സഡ് അസറ്റ്. ഇത് റീസെയിലിന് വേണ്ടിയല്ല നമ്മൾ വാങ്ങുന്നത്. എക്സാമ്പിളാണ് ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ ഒക്കെയാണ് ഫിക്സഡ് അസറ്റിന് എക്സാമ്പിൾ. നെക്സ്റ്റ്, കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് ഫ്ലോട്ടിംഗ് അസറ്റ്. കറണ്ട് അസറ്റ് അഥവാ ഫ്ലോട്ടിംഗ് അസറ്റ്. ഒരു ചെറിയ സമയത്തേക്ക് വാങ്ങുന്ന അസറ്റുകളാണ് കറണ്ട് അസറ്റ്. അത് നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ ആ ഒരു കാലയളവിൽ തന്നെ നമ്മളത് യൂസ് ചെയ്തിരിക്കും. ആ അസറ്റുകളാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് സ്റ്റോക്ക്, ക്യാഷ് ഇൻ ഹാൻഡ് ഒക്കെയാണ് കറണ്ട് അസറ്റിന് എക്സാമ്പിൾ. നെക്സ്റ്റ്, ടാഞ്ചിബിൾ അസറ്റ്. ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള അസറ്റുകളാണ് ടാഞ്ചിബിൾ അസറ്റ്. ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള എല്ലാ അസറ്റുകളാണ് ടാഞ്ചിബിൾ അസറ്റ്. എക്സാമ്പിളാണ് ബിൽഡിംഗ്, വെഹിക്കിൾ, ഏതൊക്കെ ടാഞ്ചിബിൾ അസറ്റിൽ പെടും. അതുപോലെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. അതായത് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത അസറ്റുകളാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത അസറ്റുകളാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. അതിന് എക്സാമ്പിൾ ഒക്കെയാണ് ഗുഡ് വിൽ, പാറ്റന്റ് റൈറ്റ്, കോപ്പിറൈറ്റ് ഒക്കെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റിന് എക്സാമ്പിൾ. നെക്സ്റ്റ് വൺ, ഫിക്റ്റീഷ്യസ് അസറ്റ്. ഏതാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്? ഒരു മെറ്റീരിയൽ ഫോം ഇല്ലാത്ത അസറ്റുകളാണ് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. പ്രിലിമിനറി എക്സ്പെൻസസ് ഒരു ഫിക്റ്റീഷ്യസ് അസറ്റ് ആണ്. അതേപോലെ ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ഓൺ അഡ്വർടൈസ്മെൻറ്റ്, അതൊക്കെയാണ് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വേസ്റ്റിംഗ് അസറ്റ്. അസറ്റ് സബ്ജക്റ്റഡ് ടു ഡിപ്ലീഷൻ ആർ കോൾഡ് വേസ്റ്റിംഗ് അസറ്റ്. ഡിപ്ലീഷന് വിധേയമാകുന്ന അസറ്റുകളാണ് വേസ്റ്റിംഗ് അസറ്റ്. എക്സാമ്പിളാണ് മൈൻസ്, കോൾസ്, ഫീൽഡ്സ് എക്സെട്ര. അടുത്തതായിട്ട് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഏതാണ്? അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ആണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ട്സുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നുണ്ട്. അതായത് 3 തരത്തിലാണ് അക്കൗണ്ട്സ് ഉള്ളത്. ഫസ്റ്റ് വൺ പേഴ്സണൽ അക്കൗണ്ട്, രണ്ടാമത്തത് റിയൽ അക്കൗണ്ട്, പിന്നതാണ് നോമിനൽ അക്കൗണ്ട്. അപ്പം 3 ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ആണുള്ളത്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് റിലേറ്റഡ് ടു പേഴ്സൺസ് ആണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. പേഴ്സണൽ അക്കൗണ്ട് വേറെ ക്ലാസിഫിക്കേഷനൊക്കെ വരുന്നുണ്ട്. നാച്ചുറൽ പേഴ്സണൽ, ആർട്ടിഫിഷ്യൽ ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. അപ്പോൾ ഈ പേഴ്സണൽ അക്കൗണ്ടിന് വരുന്ന അക്കൗണ്ടുകൾക്ക് എക്സാമ്പിളാണ് റാംസ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് അക്കൗണ്ട്, നെക്സ്റ്റ് ക്യാപിറ്റൽ, ഡ്രോയിങ്, ഇവയെല്ലാം പേഴ്സണൽ അക്കൗണ്ടുകൾക്ക് എക്സാമ്പിളാണ്. നെക്സ്റ്റ് വണ്ണാണ് റിയൽ അക്കൗണ്ട്. എല്ലാ അസറ്റുകളുടെ അക്കൗണ്ടുകളെയാണ് റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അക്കൗണ്ട്സ് ഓഫ് ഓൾ അസറ്റ്സ് ആണ് റിയൽ അക്കൗണ്ട്. എക്സാമ്പിളാണ് ക്യാഷ്, സ്റ്റോക്ക്, ഇവയെല്ലാം റിയൽ അക്കൗണ്ടിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് വൺ, നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ഓഫ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് അല്ലെങ്കിൽ ഇൻകം ഓർ ഗെയിൻ ആണ് നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞത്. അക്കൗണ്ട് ഓഫ് ഓൾ എക്സ്പെൻസസ്, ലോസസ് ആൻഡ് ഇൻകം ഓർ ഗെയിൻ ആണ് നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ടുകൾക്ക് എക്സാമ്പിളാണ് സാലറി, റെൻറ്റ്. ഈ അക്കൗണ്ടുകളൊക്കെ നോമിനൽ അക്കൗണ്ടുകൾക്ക് എക്സാമ്പിളാണ്. നെക്സ്റ്റ്, റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. 2 തരത്തിലാണുള്ളത്. ഇംഗ്ലീഷ് അപ്രോച്ചിലും ഉണ്ട്, അമേരിക്കൻ അപ്രോച്ചും ഉണ്ട്. ഇംഗ്ലീഷ് അപ്രോച്ച് ഏതാണെന്ന് നോക്കാം. ഇൻ ദ കേസ് ഓഫ് റിയൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ടിൻ്റെ കേസുകളിലാണെങ്കിൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. എന്താണ് വരുന്നത് അതിന് ഡെബിറ്റ് കൊടുക്കുക,
ഏതാണ് പുറത്തേക്ക് പോകുന്നത് അതിന് ക്രെഡിറ്റ് കൊടുക്കുക. ഇൻ ദ കേസ് ഓഫ് പേഴ്സണൽ അക്കൗണ്ട്, ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഇതിനാണ് പേഴ്സണൽ അക്കൗണ്ടിൽ. ഇൻ ദ കേസ് ഓഫ് നോമിനൽ അക്കൗണ്ട്, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻസ്. എക്സ്പെൻസസിനെയും ലോസസിനെയും നമ്മൾ ഡെബിറ്റ് ചെയ്യുക, ഇൻകത്തിനെയും ഗെയിനിനെയും ക്രെഡിറ്റ് ചെയ്യുക. ഇത് ഏതിൻ്റെ കേസിലാണ്? നോമിനൽ അക്കൗണ്ടിൻ്റെ കേസിലാണ്. അടുത്തതായിട്ട് അമേരിക്കൻ അപ്രോച്ച്. അമേരിക്കൻ അപ്രോച്ച് ഡെബിറ്റ് നൽകുന്നത് അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനും എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്നതും ഡെബിറ്റാണ് നൽകുന്നത്. അതേപോലെ ലയബിലിറ്റി ഡിക്രീസ് ചെയ്യണം, ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുക, ഇൻകം ഡിക്രീസ് ചെയ്യുക. ഇതൊക്കെയാണ് ഡെബിറ്റ്. ഏതൊക്കെയാണ്? അസറ്റ് ഇൻക്രീസ് ചെയ്യുക, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്നതും ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുക, ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുക, ഇൻകം ഡിക്രീസ് ചെയ്യുന്നത് ഡെബിറ്റ്. നെക്സ്റ്റ് ക്രെഡിറ്റ് ഏതാണെന്ന് നോക്കാം. അസറ്റ് ഡിക്രീസ് ചെയ്യുന്നതും എക്സ്പെൻസ് ഡിക്രീസ് ചെയ്യുന്നതും. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യണം, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യണം, ഇൻകം ഇൻക്രീസ് ചെയ്യണം. നേരത്തേതിൻ്റെ ഓപ്പോസിറ്റാണ് ക്രെഡിറ്റിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണമാണ്. ഏതൊക്കെയാണ്? ജേണലും ലെഡ്ജറും. ജേണൽ, ലെഡ്ജർ. ജേണൽ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് ജോർ. ജേണൽ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് ജോർ. ജോർ എന്നതൊരു ഫ്രഞ്ച് വേർഡാണ്. ജോർ ഒരു ഫ്രഞ്ച് വേർഡാണ്. ജോറിൻ്റെ മീനിങ് ആണ് എ ഡേ. ജേണൽ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് ജോർ. ഇറ്റ് ഈസ് എ ഫ്രഞ്ച് വേർഡ് മീനിങ് എ ഡേ. Journal is also called as books of original entry, primary entry. Books of original entry, primary entry എന്നൊക്കെയാണ് ജേണൽ അറിയപ്പെടുന്ന മറ്റ് പേരുകൾ. ട്രാൻസാക്ഷൻസ് നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യുന്നത് ജേണലിലാണ്. ജേണൽ ട്രാൻസാക്ഷണൽ ക്രോണോളജിക്കൽ ഓർഡറിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇൻ ജേണൽ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. Process of recording transactions in journal is called journalizing. ജേണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ജേണലൈസിങ് എന്ന് പറയുന്നത്. അതേപോലെ റെക്കോർഡഡ് ട്രാൻസാക്ഷൻസ് ഇൻ ജേണൽ ആണ് ജേണൽ എൻട്രി. റെക്കോർഡഡ് ട്രാൻസാക്ഷൻസ് ഇൻ ജേണൽ ആണ് ജേണൽ എൻട്രി. ജേണലിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷൻസിനെ പറയുന്നതാണ് ജേണൽ എൻട്രി. നമ്മൾ ജേണലിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ നൽകാറുണ്ട്. അതിന് പറയുന്ന പേരാണ് നറേഷൻ. ബ്രീഫ് എക്സ്പ്ലനേഷൻ ഗിവൺ ഇൻ ജേണൽ ഈസ് കോൾഡ് നറേഷൻ. നെക്സ്റ്റ് സിമ്പിൾ ജേണൽ എൻട്രി. ഒരു ഡെബിറ്റ് എലമെൻറ്റിനും അതിന് കറസ്പോണ്ടായിട്ട് ഒരു ക്രെഡിറ്റ് എലമെൻറ്റ് മാത്രമാണെങ്കിൽ അതിനാണ് സിമ്പിൾ ജേണൽ എൻട്രി എന്ന് പറയുന്നത്. 1 ഡെബിറ്റ് എലമെൻറ്റ് 1 ക്രെഡിറ്റ് എലമെൻറ്റ്. ഏതാണ്? സിമ്പിൾ ജേണൽ എൻട്രി. അടുത്തത് അതേപോലെ തന്നെ കോമ്പൗണ്ട് ജേണൽ എൻട്രിയും ഉണ്ട്. കോമ്പൗണ്ട് ജേണൽ എൻട്രി അത് ഒരു ജേണൽ എൻട്രിക്ക് ഒന്നിൽ കൂടുതൽ ഡെബിറ്റ് എലമെൻറ്റോ ക്രെഡിറ്റ് എലമെൻറ്റോ ഉണ്ടെങ്കിൽ അതിനെ കോമ്പൗണ്ട് ജേണൽ എൻട്രി പറയും. ഒന്നിൽ കൂടുതൽ ഡെബിറ്റ് എലമെൻറ്റോ ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റ് എലമെൻറ്റോ ഉണ്ടെങ്കിൽ അതിനെ കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്നാണ് പറയുന്നത്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.